ഹായ് മക്കളെ, അപ്പം നമ്മൾ ഇന്ന് ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന ചാപ്റ്ററിലെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ റെഗുലർലി ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു PDF-കളും എല്ലാം ഞങ്ങൾ അതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ പറയാനുള്ളൊരു കാര്യം, +1 നിങ്ങൾ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ +2 ഞങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ സഹായിക്കാൻ പറ്റും. ഞങ്ങൾ ഓൺലൈനായി ഓൾ കേരള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ +2 ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസത്തേക്ക് ആകെ 399 രൂപ മാത്രമേ നിങ്ങൾക്ക് ഫീസ് വരുള്ളൂ. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. ഞങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളും ഇങ്ങനെ പെട്ടെന്നുള്ള റിവിഷൻ ക്ലാസ് പോലെയല്ല, കിഡിലൻ ക്ലാസ്, നല്ല ടീച്ചേഴ്സിനെ വെച്ച് അടിപൊളി ക്ലാസ്സും അതിൻ്റെ എൻട്രൻസ് മെറ്റീരിയലിൻ്റെ ഡിസ്കഷൻസും എക്സാംസും എല്ലാം പ്രോപ്പറായി കണ്ടക്ട് ചെയ്യുന്ന, ഒരുപാട് മക്കൾക്ക് ഫുൾ A+ഉം ഫുൾ മാർക്കും വാങ്ങിക്കൊടുക്കാൻ സഹായിച്ചിട്ടുള്ള പെർഫെക്റ്റ് സ്ട്രാറ്റജി നിങ്ങൾക്കും അവൈലബിൾ ആകും. നിങ്ങൾ ജസ്റ്റ് 399 മാത്രമാണ് ഒരു മാസത്തേക്ക് വരുന്ന ഫീസ്. നിങ്ങൾ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക, ഡീറ്റെയിൽസ് അറിയുക. ബാക്കി നമുക്ക് പിന്നീട് കാണാം. ക്വസ്റ്റ്യൻസിലേക്ക് വരാം. C2H6 ആൻഡ് C5H12 ആർ മെമ്പേഴ്സ് ഓഫ് ഹോമോലോഗസ് സീരീസ്. ആരാണ് ഹോമോലോഗസ് സീരീസ് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് ഹോമോലോഗസ് സീരീസ്? 2 കോമ്പൗണ്ട്സ്, 2 കോമ്പൗണ്ടിൻ്റെ ഫോർമുലയിൽ ഒരു CH2 ഗ്രൂപ്പിൻ്റെ ഡിഫറൻസ് മാത്രമാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. അപ്പോൾ എന്താണ് ഹോമോലോഗസ് സീരീസ്? മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. ആ CH2 ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് മെത്തിലീൻ ഗ്രൂപ്പ് എന്നാണ്. ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞാൽ CH3 ഒരാളാണ്, CH3 പ്രൊപ്പൈൻ അടുത്ത ഹോമോലോഗസ് സീരീസിലെ ഹയർ മെമ്പറാണ്. അതിൻ്റെ അടുത്ത മെമ്പർ എങ്ങനെയായിരിക്കും? CH3 എങ്ങനെ മനസ്സിലായി? ഓരോ CH2 ഇങ്ങനെ ആഡ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ആ സീരീസിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പേര് വിളിക്കുക. വാട്ട് ഈസ് ദി ജനറൽ ഫോർമുല ഓഫ് ദി എബവ് ഹോമോലോഗസ് സീരീസ്? മുകളിൽ തന്ന ആള് ആൽക്കെയിൻ ആണോ, ആൽക്കീൻ ആണോ, ആൽക്കൈൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? കാർബൺ ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയാൽ മതി. കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഡബിളിനേക്കാളും 2 കൂടിയതാണ് ഹൈഡ്രജൻ്റെ എണ്ണം, ശരിയല്ലേ? അപ്പോൾ എങ്ങനെ ജനറൽ ഫോർമുല? CnH2n+2. ഇതാണ് ആൽക്കെയിനുകളുടെ ജനറൽ ഫോർമുല. ആൽക്കീൻ ആണെങ്കിൽ CnH2n എന്നും, ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 എന്നുമാണ് അതിൻ്റെ ഫോർമുല വരിക. യു ആർ ഗിവൺ എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജൻ. എക്സ്പ്ലെയിൻ ഹൗ വിൽ യു പ്രൊസീഡ് ടു ഡിറ്റർമിൻ ദി നൈട്രജൻ കണ്ടൻറ്റ്. നൈട്രജൻ എത്ര അളവിലുണ്ടെന്ന് എങ്ങനെയാണ് കാണുക? നൈട്രജൻ അളവിൽ എത്ര ഉണ്ടെന്ന് കാണാൻ 2 മെത്തേഡ് ഇല്ലേടാ. ഒന്നാമത്തേതാണ് ഡ്യൂമാസ് മെത്തേഡ്, രണ്ടാമത്തേതാണ് ജെൽഡാൾസ് മെത്തേഡ്. ഓക്കെ അല്ലേടാ? ജെൽഡാൾസ് മെത്തേഡ്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഡ്യൂമാസ് മെത്തേഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എല്ലാ നൈട്രജൻസിനെയും നമ്മൾ N2 ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ വോളിയം അനലൈസ് ചെയ്യും. എന്നിട്ട് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ, സിമ്പിൾ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, V/8W എന്നാണ്. നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ക്ലാസ്സുകൾ, ആവശ്യമുള്ളവർക്ക് പോയി കാണാം. പ്യൂരിഫിക്കേഷനും എസ്റ്റിമേഷനും ഡിറ്റക്ഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ ഡ്യൂമാസ് മെത്തേഡിനെ, ഏതെങ്കിലും ഒരു മെത്തേഡിനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ ഡ്യൂമാസ് മെത്തേഡ് ആണെങ്കിലുള്ള ഇക്വേഷൻ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു V/8W ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഇക്വേഷൻ. ജെൽഡാൾസ് മെത്തേഡ് ആണെങ്കിൽ നൈട്രജൻ എല്ലാം അമോണിയ ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അതിൻ്റെ ഇക്വേഷനും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1.4 VN/W എന്ന ഇക്വേഷൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. ഒന്നാമത്തെ കോമ്പൗണ്ടിനെ സൂക്ഷിച്ച് നോക്കിക്കേ. ഒന്നാമത്തെ കോമ്പൗണ്ടിലെ ലോങ്സ്റ്റ് കാർബൺ ചെയിനിനെ ആദ്യം പ്രിഫർ ചെയ്യണം. 1, 2, 3, 4, 5, 6 മുകളിലേക്ക് ഇങ്ങനെ പോയാലാണ് നിങ്ങൾക്ക് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കിട്ടുക, ശരിയല്ലേടാ? അപ്പോൾ നമ്പർ കൊടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6 എന്ന് മുകളിലേക്ക് പോകണം. നേരെ പോയി കഴിഞ്ഞാൽ 5 കാർബണേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ ഓരോ മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചായിട്ട് വരുന്നത് കാണാം. 2,4 ഡൈമീഥൈൽ, ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു ബ്രാഞ്ച്. 2,4 ഡൈമീഥൈൽ, ടോട്ടൽ കാർബണിൻ്റെ എണ്ണം 6 ഹെക്സൈൻ. ക്ലിയർ അല്ലേടാ? ഇനി ഇയാളൊന്ന് നോക്കിക്കേ. ഇയാളിൽ രണ്ടാമത്തെ കോമ്പൗണ്ടിൽ CH3 ട്വൈസ് എന്നുണ്ട്. ഞാൻ അതിനെ CH3 എന്നിങ്ങനെ 2 ആക്കിയിട്ട് എഴുതാണ്. അപ്പോൾ കുഴപ്പമില്ലല്ലോ. 2 ഭാഗത്തുനിന്നും, രണ്ട് CH3 ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഒരുമിച്ചാക്കിയിട്ടാണ് അവർ CH3 ട്വൈസ് എന്നാക്കിയത്. 2 ആക്കി എഴുതിയാൽ നിങ്ങൾക്ക് പേരിടാൻ എളുപ്പമാണ്.
ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്പർ ചെയ്താലും രണ്ടാമത്തെ പൊസിഷനിലാണ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഇവിടെ രണ്ടാമത്തെ പൊസിഷനാണ്, ഇതും രണ്ടാമത്തെ പൊസിഷനാണ്. ഇവൻ്റെ പേര് മീഥൈൽ എന്നാണ്, ഇവൻ്റെ പേര് ക്ലോറോ എന്നാണ്. അപ്പോൾ ഒരേപോലെയാണെങ്കിൽ ഏത് ഭാഗത്ത് നിന്ന് നമ്പർ ചെയ്താലാണ് ചെറിയ നമ്പർ കിട്ടുക, അങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റൈറ്റിൽ നമ്പർ ചെയ്യണം. സോ ഇവിടെ 1 കൊടുക്കണം, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5. അപ്പോൾ പേര് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറോയുള്ള, പിന്നെ നാലാമത്തെ പൊസിഷനിൽ മീഥൈലുള്ള, ടോട്ടൽ കാർബണിൻ്റെ എണ്ണം 5, പെൻറ്റെയിൻ എന്ന് ശരി ഉത്തരം വരും. ക്ലിയർ അല്ലേടാ? അടുത്തത് ഒരു സൈക്ലോഹെക്സൈൻ ആണ്. അതിലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു OH ഉണ്ട്. എടാ OH ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? അതൊരു പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. സോ OH അറ്റാച്ച് ചെയ്ത കാർബണിന് 1 കൊടുക്കണം. 2 എന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് എണ്ണിയാലാണ് ഇതിലുള്ള ആർക്ക് ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുക. അപ്പോൾ ഇവൻ്റെ പേരെന്താ? സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് സൈക്ലോ. 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സ്. രണ്ടാമത്തെ പൊസിഷനിൽ ഈനും ഒന്നാമത്തെ പൊസിഷനിൽ ഓളുമുണ്ട് അല്ലേ? രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ഒന്നാമത്തെ പൊസിഷനിൽ OH ഉണ്ട്. OHൻ്റെ സഫിക്സ് പറഞ്ഞാൽ OHൻ്റെ സഫിക്സ് എന്തായിരുന്നു? ഓൾ എന്നാണ്. സോ സൈക്ലോ ഹെക്സ് 2 ഈൻ 1 ഓൾ എന്നാണ് ശരി ഉത്തരം. ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ദി മോളിക്യൂൾ റെപ്രസെൻറ്റഡ് ബൈ ദി IUPAC നെയിം പെൻഡ് 4 ഈൻ 2 ഓൾ ആൻഡ് നൈട്രോ സൈക്ലോ ഹെക്സൈൻ. രണ്ടും വരയ്ക്കുക. പെൻഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെൻഡ് 5 കാർബൺ വരയ്ക്കാൻ പറ്റണം. 1 2 3 4 5. നാലാമത്തെ പൊസിഷനിൽ ഈനുണ്ട്. അപ്പോൾ 1 2 3 4 ഇവിടെ ഈനുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ ഓളും ഉണ്ട്, OH ഉണ്ട്. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. CH3 CH CH2, ഇവിടെ CH, ഇവിടെ CH2. ഇതാണ് പെൻഡ് 4 in 2 ഓൾ. നൈട്രോ സൈക്ലോഹെക്സൈൻ. സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ആരാടാ? 6 കാർബൺ റിംഗ് ആയിട്ട് കൊടുക്കുക സൈക്ലോഹെക്സൈൻ. അതിൽ നൈട്രോയുണ്ട്, ആകെ ഒരാളെ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്പറൊന്നും പറയാത്തത്. അപ്പോൾ എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇവനാണ് നൈട്രോ സൈക്ലോഹെക്സൈൻ. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈക്ലോപ്രൊപ്പൈൻ ഇങ്ങനെയാണ്. സൈക്ലോപ്രൊപ്പൈൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. റൈറ്റ് ദി ബോണ്ട് ലൈൻ സ്ട്രക്ചേഴ്സ് ഓഫ് സൈക്ലോഹെക്സൈൻ. 6 കാർബൺ ഉള്ളതിൻ്റെ ബോണ്ട് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാകും? 6 കാർബൺ 2 ബ്രോമോ ബ്യൂട്ടൈൻ. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ അല്ലേ? അപ്പോൾ 4 കാർബൺ ഇങ്ങനെ വരച്ചു. ഓരോ എൻഡും കോർണറും കാർബണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിൻ ഉണ്ട്. സോ ദിസ് ഈസ് 2 ബ്രോമോ ബ്യൂട്ടൈൻ. അടുത്തത് ഈ കോമ്പൗണ്ടിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല വരയ്ക്കുമ്പോൾ എത്ര കാർബൺ ഉണ്ട് എന്ന് 1 2 3 4 5 5 കാർബൺ ഉണ്ട്. അപ്പോൾ 5 കാർബൺ വരയ്ക്കുകയാണ്. 1 2 3 4 5 5 കാർബണായി. ശരിയല്ലേടാ? 5 കാർബൺ എന്ന് പറഞ്ഞാൽ 4 വരേ ഉണ്ടാവുള്ളൂ, ഓരോ അറ്റത്തും കാർബൺ ഉണ്ടല്ലോ. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു OH ഉണ്ട്, നാലാമത്തെ പൊസിഷനിൽ ഒരു ബ്രോമിനും ഉണ്ട്. ഇതാ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബോണ്ട് ലൈൻ ഫോർമുല സെറ്റായി. IUPAC നെയിം ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഡിറൈവ്ഡ് ബൈ ഐഡൻറ്റിഫൈ ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദി പാരൻ്റൽ ഹൈഡ്രോകാർബൺ. എന്തോ ആയിക്കോട്ടെ. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട്. ഇതാ 1 2 3 4 5. 2ലും 2ലും 4ലും ഇതാ ഇതൊരു ബ്രാഞ്ച്, ഇതൊരു ബ്രാഞ്ച്, ഇതൊരു ബ്രാഞ്ച്. എല്ലാത്തിൻ്റെയും നമ്പർ പറയണം. ട്രൈമീഥൈൽ എന്ന് പറയണം. ടോട്ടൽ കാർബണിൻ്റെ എണ്ണം 5 ആയതുകൊണ്ട് പെൻറ്റെയിൻ. ക്ലിയർ അല്ലേടാ? ഗീവ് ദി സ്ട്രക്ചേഴ്സ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. 3 ഈഥൈൽ 2 2 ഡൈമീഥൈൽ പെൻറ്റെയിൻ. പെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ 1 2 3 4 5 കാർബൺ വരച്ചിടുക. മൂന്നാമത്തെ പൊസിഷനിൽ ഈഥൈൽ ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാർബൺ ഇത്, അവിടെ ഈഥൈൽ ഉണ്ട്. ഈഥൈൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 കാർബൺ. 2ൽ 2 ഡൈമീഥൈൽ ഉണ്ട്, 2 മീഥൈൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. ഇനി അങ്ങനെ ഇഷ്ടത്തിന് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. CH3 CH2 CH CH2 CH3. ആവശ്യത്തിന് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3. ക്ലിയർ അല്ലേ? 6 മീഥൈൽ ഒക്ടൻ 3 ഓൾ. ഒക്റ്റ് എന്ന് കേൾക്കുമ്പോൾ 8 കാർബൺ. 1 2 3 4 5 6 7 8. ഓക്കെ. ആറാമത്തെ പൊസിഷനിൽ മീഥൈൽ ഉണ്ട്. 1 2 3 4 5 6. അവിടെ മീഥൈൽ ഉണ്ട്. മൂന്നാമത്തെ പൊസിഷനിൽ ഓൾ ഉണ്ട്, OH ഉണ്ട്. ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. CH3 CH2 CH CH3 CH2 CH2 CH CH2 CH3. കാർബണിൻ്റെ വാലൻസി 4 ആകും വരെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഡിറ്റക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ലൈക്ക് നൈട്രജൻ, ഹാലജൻ ആൻഡ് സൾഫർ ആർ ഡൺ ബൈ യൂസിങ് ലെസൈൻസ് ടെസ്റ്റ്. ഡിസ്കസ് ദി കെമിസ്ട്രി ഓഫ് ലെസൈൻസ് ടെസ്റ്റ് ഫോർ ദി അബവ് എലമെൻറ്റ്സ്. മിനിമം 3-4 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ വരും. എടാ മോനെ, നൈട്രജൻ, ഹാലജൻ, സൾഫറിൻ്റെ ഡിറ്റക്ഷനാണ് ചോദ്യം. ലെസൈൻസ് ടെസ്റ്റാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലെസൈൻസ് ടെസ്റ്റിൽ എല്ലായിടത്തും സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്
പ്രിപ്പറേഷൻ ഓഫ് ലെസൈൻസ് എക്സ്ട്രാക്റ്റ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് ലെസൈൻസ് എക്സ്ട്രാക്റ്റ്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയം ഇട്ട് ചൂടാക്കണം. സോഡിയം ഇട്ട് ചൂടാക്കുക, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ലെസൈൻസ് എക്സ്ട്രാക്റ്റ് കിട്ടും. അപ്പോൾ ഏത് ആളുടെ ഡിറ്റക്ഷൻ ആണെങ്കിലും, നൈട്രജൻ ആവട്ടെ, ഹാലജൻ ആവട്ടെ, സൾഫർ ആവട്ടെ, അവരുടെ ഡിറ്റക്ഷന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലെസൈൻസ് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കലാണ്. സ്റ്റെപ്പ് 1 എല്ലായിടത്തും സെയിം ആണ്. ഇനി നൈട്രജൻ ആണെങ്കിലുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു? നൈട്രജൻ എന്തെടുക്കുക? ലെസൈൻസ് എക്സ്ട്രാക്റ്റ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഓർമ്മയില്ലേടാ, പഠിക്കണേ, ഫ്രഷ്ലി പ്രിപ്പയർഡ് FeSO4ഉം H2SO4ഉം ആഡ് ചെയ്യുക. ഫ്രഷ്ലി പ്രിപ്പയർഡ് FeSO4ഉം H2SO4 ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നൈട്രജൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ബ്ലൂ കളറിന് കാരണക്കാരനായ കോമ്പൗണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആരാണ്? Fe4 FeCN 6 ടൈംസ് എന്ന് പറയുന്ന പ്രഷ്യൻ ബ്ലൂ. Fe4 FeCN 6 ടൈംസ് എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ക്ലാസ്സുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ ഇത് പഠിക്കുക. ഇനി ക്ലാസ് കാണാനുള്ള ടൈം ഇല്ലെങ്കിൽ ഇത് പഠിക്കുക. അറിയുന്നവർ ജസ്റ്റ് റീകോൾ ചെയ്യുക. നൈട്രജൻ കഴിഞ്ഞ ആരാടാ? ഹാലജനാണ്. ഹാലജൻ ഓർമ്മയില്ലേ? എങ്ങനെയാണ് നമ്മൾ ഹാലജൻ്റെ ഡിറ്റക്ഷൻ നടത്തിയത്? ലെസൈൻസ് എക്സ്ട്രാക്റ്റ് എടുക്കുക, HNO3 ആഡ് ചെയ്യുക, AgNO3 ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് AgX കിട്ടും. ആ AgXൽ ക്ലോറിൻ ആണെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണല്ലോ, AgCl ആണെങ്കിൽ അതൊരു വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. AgBr ആണെങ്കിൽ, ബ്രോമിൻ ആണെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. Agi ആണെങ്കിൽ അതൊരു യെല്ലോ കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ അത് NH4OH സൊല്യൂബിൾ ആണോ അല്ലേ എന്നുള്ളത് കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുകൂടി എഴുതിയാൽ പെർഫെക്റ്റ്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് NH4OH സൊല്യൂബിൾ ആണ്. പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ബ്രോമിൻ ആണെങ്കിൽ സ്പെയറിംഗ്ലി സൊല്യൂബിൾ ആണ്, സ്ലൈറ്റ്ലി സൊല്യൂബിൾ ആണ്. അയഡിൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇൻസൊല്യൂബിൾ ആണ്. അപ്പോൾ അത് കഥ എഴുതി വെച്ചാൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ്റെ ഡിറ്റക്ഷൻ്റെ കഥകളായി. പിന്നെ ആരാടാ ലാസ്റ്റ്? സൾഫർ ആണെങ്കിൽ എന്തായിരുന്നു കഥ പറഞ്ഞ? NCERT എന്താ പറയുന്നത്? സൾഫർ ലെസൈൻസ് എക്സ്ട്രാക്റ്റ് എടുക്കുക. ലെസൈൻസ് എക്സ്ട്രാക്റ്റ് എന്ത് ചെയ്യുക? ലെഡ് അസറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് സൾഫർ ഉണ്ട്. അതിൻ്റെ കാരണം ആരായിരുന്നു? PbS എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അപ്പോൾ ലെസൈൻസ് ടെസ്റ്റ് എപ്പോഴും ചോദിക്കുന്ന മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്, ബൺമസ്ക ടൈപ്പാണ്. നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആളാണ്. ലെസൈൻസ് ടെസ്റ്റ് പഠിച്ചു വെക്കണം. ക്ലാസ് ആവശ്യമുള്ളവർ വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. ഗിവ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. ആരടാ? ഇതാ കണ്ടോളൂ. 1 2 3 4 5 6 നേരെ എണ്ണരുത്, താഴത്തേക്ക് പോര്. 6 7. അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് കാർബൺ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ബ്രാഞ്ച്, ഇവിടെ ഒരു OH ഉണ്ട്. പേരെങ്ങനെയാണ് പറയുക? 5 ഡൈമീതയിലുള്ള 5 ഡൈമീതൈൽ. ഇനി ടോട്ടൽ കാർബണിൻ എണ്ണം പറഞ്ഞാൽ ഹെപ്റ്റൻ, അതിൽ രണ്ടാമത്തെ പൊസിഷനിൽ ഓൾ. സോ 5 ഡൈമീതൈൽ ഹെപ്റ്റൻ 2 ഓൾ. ഇത് നമ്പർ ചെയ്യുമ്പോൾ റൈറ്റ് നമ്പർ ചെയ്യണം. കാരണം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ CO ആണ്. അയാൾക്ക് ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്പർ ചെയ്യണം. അപ്പോൾ 5 കാർബൺ ആയതുകൊണ്ട് പെൻറ്റ്, അതിൻ്റെ എല്ലാം സിംഗിൾ ബോണ്ടാണ്, പെൻഡൻ. രണ്ടാമത്തെ പൊസിഷനിൽ CO ഉണ്ട്. COയുടെ സഫിക്സ് എന്താ? ഓൺ. പെൻഡൻ 2 ഓൺ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ 2 പെൻഡനോൺ എന്നും പറയാം. ആ ചോദ്യം നിരോധിച്ചിരിക്കുന്നു, നിങ്ങൾക്കറിയാം. വേർഡ് റൂട്ടിൻ്റെ ശേഷമുള്ള നമ്പറിനെ ആദ്യം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത നോക്കിയേടാ, ഇവിടെ ബ്രോമിൻ ഉണ്ടല്ലേ. ആ ബ്രോമിൻ ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ ഫീനോൾ അല്ലേടാ. ബെൻസീൻ എങ്കിൽ OH വന്നാൽ അതിൻ്റെ പേര് ഫീനോൾ എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ പാരൻ്റൽ നെയിം ഫീനോൾ എന്നാണ്. അപ്പോൾ OH അറ്റാച്ച് ചെയ്ത ഈ കാർബണാണ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3 4 5 6. ഇനി പൊസിഷൻസ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? 2 4 6 ബ്രോമിനുള്ള ട്രൈ ബ്രോമോ. ഓക്കെ, 2 4 6 ട്രൈ ബ്രോമോ ഫീനോൾ എന്നാണ് ഇയാളുടെ IUPAC നെയിം. ക്ലിയർ അല്ലേ കുഞ്ഞ്? ഗീവ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. CH3 CH2 CO CH2 CH2 COH. ഒറ്റ കോമ്പൗണ്ടാണ്. ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് COH. അവിടെ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു, 5 കൊടുത്തു, 6 കൊടുത്തു. ഇനി പറ, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ CO ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിഫറൻസ് ഓർഡർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ആരാണ്? COOH ആണ്. അപ്പോൾ ആ COOH വന്നതുകൊണ്ട് CO ഇവിടെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി. അതുകൊണ്ട് അയാളുടെ സഫിക്സ് അല്ല പ്രിഫിക്സാണ് പറയേണ്ടത്. അയാൾ ആദ്യം പറയണം. അപ്പോൾ 4ാമത്തെ പൊസിഷനിൽ ഓക്സോയുള്ള
ഫോർത്ത് പൊസിഷനിലെ CO ആണ് ഇവിടെ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതിന് ആദ്യം പറയണം. ടോട്ടൽ കാർബണിൻ്റെ എണ്ണം ഹെക്സൻ, അതിൽ ഒന്നാമത്തെ പൊസിഷനിൽ ഓയിക് ആസിഡ് ഉണ്ട്. ഒന്നായതുകൊണ്ട് പറയണമെന്ന് നിർബന്ധമില്ല. 4-ഓക്സോ ഹെക്സനോയിക് ആസിഡ് അല്ലെങ്കിൽ 4-ഓക്സോ 1 ഹെക്സനോയിക് ആസിഡ് എന്നും പേര് പറയാം. റൈറ്റ് ദി മെറ്റാമേഴ്സ് കറസ്പോണ്ടിങ് ടു ദി ഫോർമുല C4H10O. എടാ C4H10O എന്ന ഫോർമുല ഉണ്ടെങ്കിൽ അയാളൊരു ഈതർ അല്ലേടാ. ഈതർ ആൽക്കേനിൻ്റെ ഫോർമുലയോടുകൂടെ ഒരു ഓക്സിജൻ കൂടെ വരികയാണെങ്കിൽ അയാൾ ആൽക്കഹോളോ ഈതറോ ആയിരിക്കും. മെറ്റാമറിസം കാണിക്കണമെങ്കിൽ അതെന്തായാലും ആരായേ പറ്റൂ, ഈതറായേ പറ്റൂ. കാര്യം ഈതറിലാണല്ലോ ബൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഈതറിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് O എന്നാണ്. അതിൽ 4 കാർബൺ 2 ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റിൽ കൊടുക്കണം. അപ്പോൾ 4 കാർബൺ എങ്ങനെ കൊടുക്കാം? ഒന്നിരിക്കൽ ഇവിടെ 1 പിന്നെ ഇവിടെ 3 അങ്ങനെ കൊടുക്കാം, ടോട്ടൽ 4 ആക്കാൻ. അതല്ലെങ്കിൽ ഒരു ഓക്സിജൻ്റെ ഇവിടെ 2 ഇവിടെ 2 ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് വന്നാൽ ദേ ആർ നോൺ ആസ് മെറ്റാമേഴ്സ്. ഓക്കെ അല്ലേടാ? ഹൈഡ്രജൻ ഫില്ല് ചെയ്യാനുണ്ട്, ഹൈഡ്രജൻ നിങ്ങൾ ഇഷ്ടംപോലെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ബേസ്ഡ് ഓൺ ദെയർ നേച്ചർ. സജസ്റ്റ് എ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് മിക്സർ ഓഫ് അനിലിൻ ആൻഡ് വാട്ടർ. എടാ അനിലിനും വാട്ടറും തമ്മിലുള്ള മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സ്യൂട്ടബിൾ മെത്തേഡ് NCERT അങ്ങനെ തന്നെ പറയുന്നുണ്ട്. NCERTയുടെ കൃത്യമായിട്ടുള്ള ഡയലോഗാണ് ഈ ചോദ്യം. അനിലിനും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? അപ്പോൾ മക്കളെ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അനിലിൻ്റെ പ്യൂരിഫിക്കേഷൻ എടുത്തു പറയുന്നുണ്ട്. ആരാണ്? സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് ആ പ്രോസസ്സ്. ഗിവ് ദി കെമിക്കൽ നെയിം ഓഫ് ദി കോമ്പൗണ്ട് റെസ്പോൺസിബിൾ ഫോർ ദി ബ്ലൂ കളർ ഇൻ ലെസൻസ് ടെസ്റ്റ് ഓഫ് നൈട്രജൻ. നേരത്തെ ഞാൻ പറഞ്ഞു തന്നതാണ്. Fe4 FeCN 6 times 3 times എന്നാണ് ആ കോമ്പൗണ്ടിൻ്റെ പേര്, ഐ മീൻ ഫോർമുല. നേരത്തെ ഞാനൊരു 3 ഇടാൻ മറന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. Fe4 FeCN 6 times 3 times ഇതായിരുന്നു. അതാ Fe4 FeCN 6 times 3 times എന്നൊരു 3 കൂടി അവിടെ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, പറയൂ. എവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9 പറഞ്ഞോളൂ. Fe4 FeCN 6 times 3 timesൻ്റെ പേര് ആണ് ഇവിടെ ചോദിച്ചത്. ഇവനെ പ്രഷ്യൻ ബ്ലൂ എന്ന് പേര് വിളിക്കും. പ്രഷ്യൻ ബ്ലൂ എന്ന് പേര് വിളിക്കും. അതല്ലെങ്കിൽ ഇതിൻ്റെ കെമിക്കൽ നെയിം പഠിച്ചു വെച്ചോളണേ, ഫെറിക് ഫെറോസയനൈഡ് എന്നാണ്. ഓർത്ത് വെക്കണേ, ഫെറിക് ഫെറോസയനൈഡ് എന്നാണ് ഇവൻ്റെ കെമിക്കൽ നെയിം. ഇതിലേത് വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം. കാർബോകാറ്റയോൺസ് ആർ ഫോംഡ് ബൈ ദി ഹെറ്ററോളിസിസ് ക്ലീവേജ് ഓഫ് കോവാലൻ്റ് ബോണ്ട്. വാട്ട് ഈസ് ഹെറ്ററോളിറ്റിക് ബോണ്ട് ഫിഷൻ? എടാ ബോണ്ട് ഫിഷൻ 2 രൂപത്തിലുണ്ട്, ഹോമോളിസിസും ഹെറ്ററോളിസിസും. ഹെറ്ററോളിസിസ് എന്താണെന്ന ചോദ്യം. എടാ ഇത് അൺസിമെട്രിക്കലായിട്ടുള്ള ഒരു ബോണ്ട് ക്ലീവേജ് ആണ്. അൺസിമെട്രിക്കലാണ്. ആർക്കിടയിലാണ് ഉണ്ടാവുക? 2 ആറ്റം ഹാവിങ് ലാർജ് ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ ഡിഫറൻസ് വലുതാകുമ്പോഴാണ് അവർക്കിടയിൽ ഹെറ്ററോളിസിസ് ഉണ്ടാവുക. അപ്പോൾ എക്കും ബിക്കും ഇടയിലുള്ള ബോണ്ട് ഭയങ്കര സ്ട്രോങ്, ഐ മീൻ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്, ഇലക്ട്രോനെഗറ്റീവിലെ ഡിഫറൻസ് ഭയങ്കര വലുതാണെങ്കിൽ അവിടെ ഹെറ്ററോളിസിസ് നടക്കും. ബി ഭയങ്കര ഇലക്ട്രോനെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ A+ഉം B- ആയിട്ട് മാറും. അങ്ങനെ ഒരു കാറ്റയോണും ആനയോണും ഫോം ചെയ്യും. ഇയാൾ കാറ്റയോൺ, ഇയാൾ ആനയോൺ. അങ്ങനെ കാറ്റയോണും ആനയോണുമായി മാറുന്ന പ്രോസസ്സിനെയാണ് ഹെറ്ററോളിസിസ് എന്ന് പേര് വിളിക്കുക. ഹോമോളിസിസ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിരിക്കും. ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ കാർബൺ ഫ്രീ റാഡിക്കൽസ് ആയിരിക്കും, അല്ലാതെ കാറ്റയോണോ ആനയോണോ ആയിരിക്കില്ല. അറേഞ്ച് ദി ഫോളോയിങ് കാർബോകാറ്റയോൺസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. കാർബോകാറ്റയോണിൻ്റെ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി അറിയില്ലേടാ? ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി എന്നാണ്. അപ്പോൾ നോക്കിയേടാ, ഈ പോസിറ്റീവ് ചാർജുള്ള ഈ കാർബണിന് മറ്റു 2 കാർബണുകളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് ഇവൻ സെക്കൻഡറിയാണ്. ഇവൻ മീതൈലാണ്. മീതൈൽ ഒരാൾ മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് ചാർജുള്ള കാർബണിന് മറ്റു 3 കാർബണുമായി ബന്ധമുണ്ട്. ദിസ് ഈസ് ടെർഷറി. പോസിറ്റീവ് ചാർജുള്ള കാർബണിന് മറ്റൊരു കാർബണുമായി ബന്ധമുള്ളൂ. ദാറ്റ് ഈസ് പ്രൈമറി. സോ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആരാണ്? ടെർഷറി. അപ്പോൾ ആരാ? CH3 3 times C+, മോസ്റ്റ് സ്റ്റേബിൾ. പിന്നെ സെക്കൻഡറി CH3 2 times CH+, പിന്നെ പ്രൈമറി CH3 CH2+, ആൻഡ് ഫൈനലി മീഥൈൽ CH3+. ഇതാണ് കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി. ഇതേ ഓർഡർ തന്നെയാണ് ഫ്രീ റാഡിക്കലിനുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓർഡറാണ് കാർബാനയോണിനുള്ളത്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാലേ ആ ഭാഗം അങ്ങ് ക്ലിയർ ആയി കിട്ടും. ഗീവ് എനി 3 types ഓഫ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്.
ഏതെങ്കിലും 3 ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമേഴ്സ് പറയുക. ഏതൊക്കെയാടാ? ചെയിൻ ഐസോമറിസം ഒരു സ്ട്രക്ചറൽ ഐസോമറിസമാണ്. പൊസിഷൻ ഐസോമറിസം ഒരു സ്ട്രക്ചറൽ ഐസോമറിസമാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ഒരു സ്ട്രക്ചറൽ ഐസോമറിസമാണ്. എടാ, ചെയിൻ ഐസോമറിസത്തിൽ എന്താ ഡിഫറൻറ്റ്? ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലെ എക്സാമ്പിൾസും വേണം കേട്ടോ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലെ കാർബണിൻ്റെ എണ്ണം ഡിഫറൻ്റ് ആവുക. സോ 4 കാർബൺ നേരെ വരുന്ന ബ്യൂട്ടൈനും 3 കാർബൺ നേരെ വന്നിട്ട് ഒരാൾ ബ്രാഞ്ചായി വരുന്ന 2-മീഥൈൽ പ്രൊപ്പൈനും. അപ്പോൾ അവിടുത്തെ കാർബണിൻ്റെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലെ കാർബണിൻ്റെ എണ്ണം സെയിം ആണ്, പക്ഷേ അവരുടെ കെമിക്കൽ ഫോർമുല എടുത്ത് നോക്കിയാൽ സെയിം ആയിരിക്കും. 2 പേർക്കും C4H10 എന്ന് തന്നെയാണ് വരിക. അപ്പോൾ സെയിം കെമിക്കൽ ഫോർമുലയാണ്, ബട്ട് ദി ടോട്ടൽ നമ്പർ ഓഫ് കാർബൺസ് ഇൻ ദി ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ഇസ് ഡിഫറൻറ്റ്. അതാണ് ചെയിൻ ഐസോമറിസത്തിൻ്റെ ഡെഫിനിഷൻ. എക്സാമ്പിൾ എഴുതുക. പൊസിഷൻ ഐസോമറിസം ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ 3 കാർബണിൽ ഒരറ്റത്ത് ക്ലോറിൻ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവൻ്റെ പേരെന്താ? 1-ക്ലോറോപ്രൊപ്പൈൻ. ശരിയല്ലേടാ? ഇനി അതിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റുക. 3 കാർബണിൽ ഇവിടെ ക്ലോറിൻ കൊടുക്കുക. അപ്പോൾ ഇവൻ്റെ പേരെന്താ? 2-ക്ലോറോപ്രൊപ്പൈൻ. അപ്പോൾ 1-ക്ലോറോപ്രൊപ്പൈനും 2-ക്ലോറോപ്രൊപ്പൈനും തമ്മിൽ എന്ത് ഐസോമറാടാ? പൊസിഷൻ ഐസോമർ. ഫങ്ഷണൽ ഐസോമറിസത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ആൽക്കഹോൾ ആൻഡ് ഈതർ. ആൽക്കഹോൾ ആൻഡ് ഈതർ. എടാ, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആരാടാ? ഫങ്ഷണൽ ഗ്രൂപ്പ് OH. ഈതർ എന്ന് പറഞ്ഞാലോ O എന്ന് മാത്രം. അപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. CH3CH2OH ഇയാളൊരു ആൽക്കഹോളാണ്. എന്നാൽ CH3OCH3 ഒരു ഈതറാണ്. കെമിക്കൽ ഫോർമുല എടുത്ത് നോക്കിയാൽ രണ്ടും C2H6O എന്ന് തന്നെ വരിക. അപ്പോൾ കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരുപാട് സ്ട്രക്ചറൽ ഐസോമേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹൗ വിൽ യു ഐഡൻറ്റിഫൈ ദി പ്രസൻസ് ഓഫ് ഹാലജൻ ബൈ യൂസിങ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്? അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ലസൈൻസ് എക്സ്ട്രാക്റ്റിലേക്ക് HNO3യും AgNO3യും ആഡ് ചെയ്യുമ്പോൾ AgX കിട്ടും. അത് AgCl ആണെങ്കിൽ, Br ആണെങ്കിൽ, I ആണെങ്കിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നെയിം ദി മെത്തേഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് ഹാലജൻ. ഹാലജൻ്റെ എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് പറയാനാണ്. എന്താടാ പേര്? കാരിയസ് മെത്തേഡ് എന്നാണ് പേര്. ഹാലജൻ്റെ എസ്റ്റിമേഷൻ ആണെങ്കിൽ കാരിയസ് മെത്തേഡ്. കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണെങ്കിൽ ലെബിക്സ് മെത്തേഡ്. ലെബിക്സ് മെത്തേഡ്. ഓക്കെ. നൈട്രജൻ ആണെങ്കിൽ ഡ്യൂമാസ് മെത്തേഡും ജെൽഡാൾസ് മെത്തേഡും പഠിച്ചു വെക്കണേ. ഇവിടെ ഹാലജൻ ആണ് കാരിയസ് മെത്തേഡ്. IUPAC names of alkanes are based on their chain structure. What is the type of hybridization of carbon in CH3? CH3+. കാർബോകാറ്റയോണിലെ ഹൈബ്രിഡൈസേഷൻ ഞാൻ സ്പെഷ്യലായി പഠിപ്പിച്ചിട്ടുണ്ട്. sp2. ഓൾസോ പ്രഡിക്റ്റ് ഇറ്റ്സ് ഷേപ്പ്. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഷേപ്പ് പറയാറുണ്ട്. എന്താണ്? ട്രയഗണൽ പ്ലനാർ. ആരടാ? ട്രയഗണൽ പ്ലനാർ. നെയിം ദി ടൈപ്പ് ഓഫ് ബോണ്ട് ഫിഷൻ റിസൾട്ടിങ് ദി ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്ന ബോണ്ട് ഫിഷൻ ഏതാണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ആരാടാ? ഹോമോളിസിസ് ആണ്. ഹെറ്ററോളിസിസ് ആണെങ്കിലാണ് കാറ്റയോണും ആനയോണും ഉണ്ടാവുക. ഓർഗാനിക് കോമ്പൗണ്ട് പ്യൂരിഫൈഡ് ബിഫോർ അനാലിസിസ്. എന്തോ ക്വസ്റ്റ്യന് കുറച്ച് ഇൻകംപ്ലീറ്റ് ആണ്. ബാക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്. വാട്ട് ഈസ് റെസൊണൻസ് എഫക്റ്റ്? എന്താണ് റെസൊണൻസ് എഫക്റ്റ്? സിമ്പിളായിട്ട് ദിസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നല്ല, ഡീലോക്കലൈസേഷൻ ആ വാക്കാണ് പ്രയോഗിക്കേണ്ടത്. ഡീലോക്കലൈസേഷൻ ഓഫ് ആരാടാ? പൈ ഇലക്ട്രോൺസ്. എവിടെ? ഇൻ കോൺജുഗേറ്റഡ് സിസ്റ്റം. കോൺജുഗേറ്റഡ് സിസ്റ്റത്തിലെ പൈ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ, സ്ഥലം മാറി നിൽക്കലാണ് റെസൊണൻസ് എഫക്റ്റ്. ആരാ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്നറിയില്ലേടാ? ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്ന് പേര് വിളിക്കുക. അങ്ങനെ റെസൊണൻസ് എഫക്റ്റ് പ്രകാരം 2 ടൈപ്പ് ആൾക്കാരുണ്ടാകും. ഒന്ന് +R മറ്റേത് -R. ആ ലിസ്റ്റ് ഇങ്ങോട്ട് പഠിച്ചോളണേ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. +R ഗ്രൂപ്പിന് എക്സാമ്പിൾസ് പഠിച്ചോ. ഒന്ന് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. CH3കളെല്ലാം +R ആണ്. ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ എന്ന കോൺസെപ്റ്റൊക്കെ നിങ്ങൾ വിട്ടേക്ക്. ആൽക്കൈൽ ഗ്രൂപ്പുകളെല്ലാം +R ആണ്. OH, NH2, ഹാലജൻ, OCH3 എക്സെട്ര ഇവരെല്ലാവരും +R ഗ്രൂപ്പുകളാണ്. -R ആയിട്ട് COOH, NO2, CHO, CO, CN, SO3H ഇത്രയും പേരെ മിനിമം നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? കാറ്റഗറൈസ് ദി ഫോളോയിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻ ടു ഹാവിംഗ് +R ആൻഡ് -R. NH2 +R ആണ്. NO2 -R ആണ്. COOH -R ആണ്.
OH പ്ലസ് ആണ്. ഈ ലിസ്റ്റ് അങ്ങോട്ട് പഠിച്ചാൽ പിന്നെ ഇനിയിപ്പോൾ ഒരു തരുന്ന ആൾക്കാരെ നമുക്കുണ്ടോ പേടി? ഓൺ കംപ്ലീറ്റ് കമ്പഷൻ 0.246 gram of an organic compound gave 0.1898 gram of carbon dioxide and 0.101 gram of hydrogen. Determine the percentage composition of carbon and hydrogen in the compound. എടാ പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? x/W ഇൻറ്റു 12/44 ഇൻറ്റു 100. എടാ എസ്റ്റിമേഷൻ എന്ന ടോപ്പിക്ക് കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായി ആ ഭാഗം ഒന്ന് കണ്ടേക്കണേ. ബാക്കി IUPAC നെയിമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ എസ്റ്റിമേഷനും ഡിറ്റക്ഷനും ഒക്കെ അറിയാത്തവർ നിർബന്ധമായും ഒരു അരമണിക്കൂർ ടൈമേ ഉണ്ടാവുള്ളൂ. അത് ആ വീഡിയോയുടെ ലെങ്ത്ത് അത് കണ്ടിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കണേ. എക്സ് എന്ന് പറഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്ര? 0.198 ഡിവൈഡഡ് ബൈ W എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസാണ്. അതിവിടെ തന്നിട്ടുണ്ട് 0.246 ഇൻറ്റു 12/44 ഇൻറ്റു 100 എത്രയാണ് എന്നുള്ളത് ഇനി എൻ്റെ പണിയല്ല. അതിനിപ്പോൾ കാൽക്കുലേറ്റർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറയണത്. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ x/W ഇൻറ്റു 2/18 ഇൻറ്റു 100. ഈ ഇക്വേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എക്സ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ മാസാണ്. വാട്ടർ എത്ര? 0.1014 ഡിവൈഡഡ് ബൈ 0.246 ഇൻറ്റു 2/18 ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്നതാണ് അവരുടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. നെക്സ്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് എ ജനറൽ സ്റ്റെബിലൈസിങ് ഇൻറ്ററാക്ഷൻ. റൈറ്റ് ദി ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫോർ CH3CH2+. ഈഥൈൽ കാറ്റയോണിൻ്റെ ഇത് എപ്പോഴും ചോദിക്കുന്ന ആളാണ്. ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് സ്ട്രക്ചറാണ് ചോദ്യം. എടാ ഈ ഈഥൈൽ കാർബോകാറ്റയോണിനെ ഞാനൊന്ന് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിലേക്ക് മാറ്റി വരയ്ക്കുകയാണ്. 2 കാർബൺ ഉണ്ട്. ഒന്നാമത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ H, ഇവിടെ H, ഇവിടെ H. രണ്ടാമത്തെ കാർബണിൽ 2 H, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും ഉണ്ട്. ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇയാളുടെ ഈ പോസിറ്റീവ് ചാർജാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. അത് ഒഴിവായി കിട്ടാൻ ഈ കാർബൺ ഇയാളുടെ ഡബിൾ ബോണ്ടിനെ ആ ഹൈഡ്രജനിലേക്ക് ഉണ്ടാക്കിയ ബോണ്ടിനെ ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ആക്കി കൊടുത്തു കളയും. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക നോക്കിക്കോട്ടോ. കാർബൺ ഈ ഹൈഡ്രജൻ കഥയൊന്നും അറിഞ്ഞിട്ടില്ല, ഇയാളും കഥയൊന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ ഒരു H, ഇവിടെ H. അപ്പോൾ നോക്കിക്കേ, ഈ കാർബണിൻ്റെ വിഷമം തീർന്നു, അയാളുടെ പോസിറ്റീവ് ചാർജ് പോയി. പക്ഷെ ആ വിഷമം പാരിക്കുണ്ട്, ആ ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജനിലേക്ക് ഉണ്ടാക്കിയിരുന്ന ബോണ്ടിനെ പിൻവലിച്ചിട്ടാണ് ഇപ്പോൾ ഇയാൾ ഈ പുതിയ ബോണ്ട് ഉണ്ടാക്കിയത്. സോ ആ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് വരും. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോം എന്ന് പേര് പറയുക. ഇപ്പോൾ ആ ഹൈഡ്രജനിലേക്ക് ബോണ്ടൊന്നും ഇല്ലാതെ നിൽക്കണില്ലേ? അതുകൊണ്ട് തന്നെ ഹൈപ്പർ കോൺജുഗേഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോ ബോണ്ട് റെസൊണൻസ്. എടാ ഇന്ന് ഈ ഹൈഡ്രജന് വന്ന അവസ്ഥ നാളെ ഇയാൾക്ക് വന്നൂടെ? അതാണ് അടുത്ത റെസൊണൻസ് ഫോം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ H, ഇവിടെ H, ഇവിടെ H, ഇവിടെ H. ആ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ ഇവനായി മാറാം. മറ്റന്നാളെ ഇവന് വേണമെങ്കിൽ സംഭവിക്കാം. അതും കൂടി വരച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ട്രക്ചറുമായി. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ H, ഇവിടുത്തെ H ഒന്നും അറിയില്ല, ഇവിടുത്തെ Hനൊന്നും അറിയില്ല, ഇവിടുത്തെ Hലുള്ള ഇലക്ട്രോൺസിനെ പിൻവലിച്ചിട്ട് ആ ബോണ്ട് ഉണ്ടാക്കിയത്. സോ ഇയാൾക്ക് പോസിറ്റീവ് ചാർജ്. ഈ 3 ഹൈഡ്രജനിൽ ഏത് വേണമെങ്കിലും ഇത് സംഭവിക്കാം. ആ 3 വരച്ചു കഴിഞ്ഞാൽ എല്ലാ ഹൈപ്പർ കോൺജുഗേറ്റീവ് റെസൊണൻസ് ഫോംസും ആയി. Write all the possible chain isomers for the compound with molecular formula C5H12. കണ്ടാൽ അറിയാം അയാൾ ആൽക്കെയിനാണ്. അതിൻ്റെ എല്ലാ ചെയിൻ ഐസോമേഴ്സും വരയ്ക്കുക. വലിയ പണിയൊന്നുമില്ല, ആകെ 2-3 വരയ്ക്കാനുള്ളൂ. C5 5 കാർബൺ, 1 2 3 4 5 കാർബൺ നേരെ കൊടുക്കാം. ഇനി അതിൻ്റെ ചെയിൻ ഐസോമർ വരയ്ക്കുമ്പോൾ 4 കാർബൺ നേരെ കൊടുത്തിട്ട് ഒരു ബ്രാഞ്ച് കൊടുക്കാം. ഇനി അതും കഴിഞ്ഞാൽ 3 കാർബൺ നേരെ കൊടുത്ത് 2 ബ്രാഞ്ച് കൊടുക്കാം. ഇപ്പോഴൊക്കെ ടോട്ടൽ കാർബണിൻ്റെ എണ്ണം 5 തന്നെയല്ലേ? ഇനി ഇഷ്ടത്തിന് ഹൈഡ്രജൻ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. CH3, CH2, CH2. അത് പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പണി. അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. ഈ 3 ഐസോമറെ C5H12 എന്നതിനുണ്ടാവുള്ളൂ. അപ്പോൾ ചെയിൻ ഐസോമർ ചോദിച്ചാൽ ആദ്യം നേരെ വരയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 കുറച്ചിട്ട് അത് ബ്രാഞ്ചാക്കി കൊടുക്കുക. അതിൻ്റെ എല്ലാ പോസിബിലിറ്റിയും കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ കുറച്ചിട്ട് അത് ബ്രാഞ്ചാക്കുക. അങ്ങനെ ഒരുപാട് സ്ട്രക്ചർ ഉള്ളതൊന്നും നിങ്ങളോട് പബ്ലിക് എക്സാമിന് ചോദിക്കില്ല. മാക്സിമം ചോദിക്കുക C5H12 ആണ്. അപ്പോൾ ഇവൻ്റെ 3 പഠിച്ചു വെച്ചോ. In the Carius method for the estimation of halogen, 0.15 gram of an organic compound. Organic compoundൻ്റെ മാസിനെ നമ്മൾ W എന്ന് പേര് വിളിക്കും. 0.12 gram of AgBr. AgBrൻ്റെ മാസിനെ നമ്മൾ X എന്ന് പേര് വിളിക്കും. ബ്രോമിൻ്റെ പെർസെൻറ്റേജ് എത്ര? വെരി ഫേമസ് ഇക്വേഷൻ, പെർസെൻറ്റേജ് ഓഫ് ബ്രോമിൻ
ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു എക്സ് ഡിവൈഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ബ്രോമിൻ്റെ മാസ് 80 ഡിവൈഡ് ബൈ AgBrൻ്റെ ടോട്ടൽ മാസ് 188 108 ഇൻറ്റു 100. ഇനി ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് എത്ര, എക്സ് 0.12, ഡബ്ല്യു എത്ര 0.15 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 188 ഇൻറ്റു 100. പരിപാടി കഴിഞ്ഞു. ബാക്കി ഇനി കാൽക്കുലേറ്ററും നിങ്ങളും തമ്മിലുള്ള ഇടപാടാണ്. അത് എത്ര എന്ന് കാണലല്ല ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് മാറ്റർ, എങ്ങനെ എന്ന് കാണലാണ്. IUPAC നെയിം ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട് OH ഉണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിന് ചെറിയ നമ്പർ കിട്ടുന്ന രൂപത്തിൽ ആദ്യം നമ്പർ കൊടുക്കുക. 4, 5, 6, 7, 8. അപ്പോൾ 6ാമത്തെ പൊസിഷനിൽ മീഥൈൽ എന്നൊരു ബ്രാഞ്ചിനെ കാണും. ടോട്ടൽ 8 കാർബൺ ആയതുകൊണ്ട് ഒക്റ്റ്. അതിൻ്റെ 3ാമത്തെ പൊസിഷനിൽ ഓൾ, ഒക്ടെൻ 3 ഓൾ. കാരണം ആ 8 കാർബണുകൾക്കിടയിലും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. 3ാമത്തെ പൊസിഷനിൽ OH ഉള്ളത് കൊണ്ട് ഓൾ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ചെയ്തു. COOH ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അവിടെ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4, 5, 6. 6 കാർബണിൻ്റെ ഹെക്സ്. 3ാമത്തെ പൊസിഷനിൽ ഈനുണ്ട്, ശരിയല്ലേ? 3ാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. പിന്നെ ആരാണ്? കാർബോക്സിലിക് ആസിഡിൻ്റെ COHൻ്റെ സഫിക്സ് എന്താ? ഓയിക് ആസിഡ്. അത് 1 ആയതുകൊണ്ട് പറയണമെന്ന് നിർബന്ധമില്ല. ഹെക്സ് 3 ഈനോയിക് ആസിഡ് അല്ലെങ്കിൽ 3 ഹെക്സീനോയിക് ആസിഡ് എന്നും ഇതിനെ പേര് പറയാം. വാട്ട് ഡു യു മീൻ ബൈ ദി ഫോളോയിങ് ടേംസ്? ഹോമോളിസിസും ഹെറ്ററോളിസിസും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസുകളാണ്. ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസാണ്. ആരാടാ ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്? ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണല്ലോ. ആ പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇവൻ എന്ത് വേണം? നെഗറ്റീവ് ചാർജ് വേണം. അവൻ ആനയോൺസ് ആയിരിക്കണം, ശരിയല്ലേ? അപ്പോൾ ആനയോണുകളാണ് ജനറലി ന്യൂക്ലിയോഫൈൽ ആവുക. ഫോർ എക്സാമ്പിൾ H-, Cl-, X- ഇവരൊക്കെ ന്യൂക്ലിയോഫൈൽസ് ആണ്. ഇനി വേറൊരു ടൈപ്പാണ് ലൂയിസ് ബേസസ്. ലൂയിസ് ബേസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ കഴിവുള്ളവരാണ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ളതാണ്. ആ പോസിറ്റീവ് ചാർജുള്ള ആളിലേക്ക് ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ കഴിവുള്ളവനല്ലേ അറ്റാച്ച് ചെയ്യുക. കാര്യം എന്താ? ഇലക്ട്രോൺ പെയറിനെ കൊടുക്കണോന് സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് എക്സസ് ആണ്, അവന് നെഗറ്റീവ് ചാർജിൻ്റെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. സോ ലൂയിസ് ബേസ് ആണ് ന്യൂക്ലിയസ് ലവിങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിന് വേറൊരു എക്സാമ്പിൾ. H2O ഒരു ന്യൂക്ലിയോഫൈലാണ്, NH3 മറ്റൊരു ന്യൂക്ലിയോഫൈലാണ്, എക്സെട്ര. ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോഫൈൽസ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസാണ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസുകളാണ്. ഇലക്ട്രോണിനോടാണ് ഇഷ്ടം. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇവൻ ഒന്നിരിക്കൽ പോസിറ്റീവ് ചാർജുള്ള കാറ്റിയോൺസ് ആവണം, അല്ലെങ്കിൽ ഇവൻ ലൂയിസ് ആസിഡുകളാവണം. രണ്ടും പറ്റും. കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ H+, NO2+, ഇങ്ങനെ പോസിറ്റീവ് ചാർജുള്ള ആര് വേണമെങ്കിലും ഇലക്ട്രോഫൈലായിട്ട് പരിഗണിക്കാം. ലൂയിസ് ആസിഡ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. BF3, AlCl3 എക്സെട്ര. ഇവരെല്ലാവരും ലൂയിസ് ആസിഡുകളാണ്. Various methods for the purification of organic compounds can be based on the nature of the following of the compound and the impurity present in it. Explain the principle involved the following methods of purification. എടാ, ഡിസ്റ്റിലേഷൻ്റെ ഒരു മെത്തേഡ് എന്താണ്? ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റിനെ ബേസ് ചെയ്താണ് എന്ത് ചെയ്യുക? ഡിസ്റ്റിലേഷൻ നടക്കുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളാണ് പറയണേ. ഇപ്പോൾ A എന്ന് പറയുന്ന ആളുടെ ബോയിലിംഗ് പോയിൻ്റ് 50ഉം B എന്ന് പറയുന്ന ആളുടെ ബോയിലിംഗ് പോയിൻ്റ് ഒരു 100 ഡിഗ്രി സെൽഷ്യസുമാണെന്ന് വിചാരിക്കുക. ഈ Aയും Bയും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? താഴെ ഹീറ്റ് കൊടുക്കും. എത്ര വരെ? 50 ഡിഗ്രി വരെ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? A മാത്രം ഇതിൽ നിന്ന് പുറത്തേക്ക് വരും, B അവിടെ തന്നെ കിടക്കും. അവർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ് അപ്രോച്ച് ചെയ്യുക. സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ ഒരു മെത്തേഡ് എന്തായിരുന്നു? സ്റ്റീം ഡിസ്റ്റിലേഷനിൽ കോമ്പൗണ്ടിന് 3 കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കോമ്പൗണ്ട് എന്ത് സംഭവിക്കണം? ഒന്ന്, ഇമ്മിസിബിൾ വിത്ത് വാട്ടർ ആയിരിക്കണം. ഇമ്മിസിബിൾ വിത്ത് വാട്ടർ, വെള്ളത്തോട് എന്തായിരിക്കാൻ പാടില്ല? ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. വെള്ളത്തോട് അയാൾ യോജിക്കാൻ പാടില്ല, അയാൾ ക്ലബ് ആവാൻ പാടില്ല, അയാൾ വെള്ളത്തിൽ എന്തായിരിക്കണം? ഇൻസൊല്യൂബിൾ ആയിരിക്കണം. ബട്ട് അയാൾ എന്തായിരിക്കണം? മിസിബിൾ വിത്ത് സ്റ്റീം. മിസിബിൾ വിത്ത് സ്റ്റീം, വെള്ളം കഴിഞ്ഞ് അത് ചൂടാക്കി കഴിയുന്ന സമയത്ത് സ്റ്റീമിനോട് അയാൾ മിസിബിൾ ആവണം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇയാളെ എനിക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇയാളുടെ ഇമ്പ്യൂരിറ്റിയിൽ നിന്ന് ഇയാളെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ചൂടങ്ങോട്ട് കൊടുക്കുക. ചൂട് കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം എന്തായി മാറും? സ്റ്റീമായി മാറുമ്പോൾ ഈ കോമ്പൗണ്ട് ആ വെള്ളത്തിൻ്റെ കൂടെ പുറത്തേക്ക് വരും. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റി അവിടെ താഴെ കിടക്കും. എന്നിട്ട് ഈ സ്റ്റീം ഇങ്ങനെ ഞാൻ കളക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ ആരൊക്കെയുണ്ട്? ഈ സ്റ്റീമും ഉണ്ട്, അതിൻ്റെ കൂടെ ഈ കോമ്പൗണ്ടും ഉണ്ട്. ഇമ്പ്യൂരിറ്റി അവിടെ താഴെ പോയി.
ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത ആളെനിക്ക് കിട്ടി. ഇനി ഇതിനെ തണുപ്പിച്ചെടുത്താൽ മതി. തണുപ്പിച്ചെടുക്കുമ്പോൾ അവരെന്ത് സംഭവിക്കും? തണുക്കുന്ന സമയത്ത് അവർ വീണ്ടും വെള്ളമായി മാറൂലേ? സ്റ്റീം വെള്ളമായി മാറുമ്പോൾ ഇയാൾ ഇമ്മിസിബിൾ ആണല്ലോ. അപ്പോൾ അയാൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ ഇമ്പ്യൂരിറ്റി അവിടെ ലെഫ്റ്റ് ബിഹൈൻഡ്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന മെത്തേഡ്. എക്സാമ്പിൾ പ്യൂരിഫിക്കേഷൻ ഓഫ് അനിലിൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അനിലിൻ്റെ പ്യൂരിഫിക്കേഷൻ ഒരു സ്റ്റീം ഡിസ്റ്റിലേഷന് നല്ലൊരു എക്സാമ്പിളാണ്. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ഇൻ കോവാലൻറ്റ് ബോണ്ട്. ആരൊക്കെയാണ്? എല്ലാ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്. ഞാനിതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന പേരിൽ തന്നെ വീഡിയോ ചാപ്റ്ററിൽ കിടപ്പുണ്ട്. ഓരോന്നിൻ്റെയും എല്ലാ പോയിൻറ്റുകളും ഞാനിവിടെ പറയാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. എന്നാലും ചെറിയ രൂപത്തിൽ പറയാം. ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഇതാ വീഡിയോ നിങ്ങൾ അറിയാത്തവർ മസ്റ്റായിട്ട് കാണണേ. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് മാത്രമാണ്. സിഗ്മ ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ്റെ പേരാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ആരില്ല? പൈ ഇലക്ട്രോൺസ് ഇല്ല. സിംഗിൾ ബോണ്ടുകളിലൂടെ മാത്രം ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രൊസീഡ് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് കാരണം. രണ്ടാമത്തെ പോയിൻ്റായി. അത് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആണ്. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. മൂന്നാമത്തെ പോയിന്റ്. ഇങ്ങനെ 3 പോയിന്റെങ്കിലും മിനിമം ഓരോന്നിനെ കുറിച്ച് എഴുതുക. പ്ലസ് ഐ ഗ്രൂപ്പ് ആരാ, മൈനസ് ഐ ഗ്രൂപ്പ് ആരാന്ന് എഴുതുക. റെസൊണൻസ് എഫക്റ്റ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രോമെറിക് എഫക്റ്റ് ടെമ്പററി എഫക്റ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഹൈപ്പർ കോൺജുഗേഷൻ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യം ഇത് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും. കൂടുതൽ ഇന്ന് സമയം കളയുന്നില്ല. അറിയാത്തവർക്ക് ഞാൻ ഇവിടെ പറഞ്ഞാലും അവിടെ പറഞ്ഞാലും ഒരേപോലെയാണല്ലോ. നിങ്ങളത് പോയി കാണുക, ഇല്ലാതെ വേറെ വഴിയില്ല. ഗീവ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. 2,4,7 ട്രൈമീഥൈൽ ഒക്ടെയ്ൻ. സിമ്പിൾ. ഒക്ടെയ്ൻ 1 2 3 4 5 6 7 8. അതിൽ 2ലും 4ലും 7ലും ഓരോ മീഥൈൽ. ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. 2-chloro-4-methyl പെൻറ്റെയിൻ. 1 2 3 4 5. 2-chloro 4-methyl. ഇവിടെ CH3. സിമ്പിൾ അല്ലേടാ? CH3 CH2 മൈനസും CH3 twice CH മൈനസും വിച്ച് ഇസ് മോർ സ്റ്റേബിൾ. എക്സ്പ്ലെയിൻ. എടാ CH3 CH2 മൈനസ് ദിസ് ഈസ് എ പ്രൈമറി കാർബാനിയോൺ. CH3 CH3 ഇവിടെ മൈനസ് ദിസ് ഈസ് എ സെക്കൻഡറി കാർബാനിയോൺ. ഇയാളല്ലേ അത്? അതിലാ CH3 ഞാൻ 2 വെച്ചതാണ്. കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റി ഞാൻ പഠിപ്പിച്ചതല്ലേടാ? കാർബാനിയോടെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷറി. അപ്പോൾ ആരാണ് ഇവിടെ ഏറ്റവും സ്റ്റേബിൾ? ഇവിടെ ഏറ്റവും സ്റ്റേബിൾ പ്രൈമറിയാണ്. സോ ഇയാളാണ് ഏറ്റവും സ്റ്റേബിൾ. എന്തുകൊണ്ട്? റീസൺ എക്സ്പ്ലെയിൻ ചെയ്യണം. എടാ മോനെ, ഈ CH3 ഗ്രൂപ്പില്ലേ, ഇതിൻ്റെ കൂടെയുള്ള CH3 ഗ്രൂപ്പ്, അയാൾ ഇലക്ട്രോണിനെ ഇങ്ങനെ കൊടുക്കും. ഇലക്ട്രോണിനെ കൊടുക്കുന്ന എഫക്റ്റ് കാർബാനിയോണിനെ അൺസ്റ്റേബിൾ ആക്കും. അപ്പോൾ ഈ പ്രൈമറി കാർബോകാറ്റയോണിൽ ഒരു ഭാഗത്തുനിന്ന് CH3 കൊടുക്കും, പക്ഷേ സെക്കൻഡറിയിലോ 2 ഭാഗത്തുനിന്നും CH3 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ അൺസ്റ്റേബിൾ ആക്കും. അപ്പോൾ പ്രൈമറി എന്തുകൊണ്ട് കമ്പാരറ്റീവ്ലി സ്റ്റേബിളായി? സെക്കൻഡറി അതിനേക്കാളും അൺസ്റ്റേബിൾ ആയതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സെക്കൻഡറി മോർ അൺസ്റ്റേബിൾ ആയത്? ഡ്യൂ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ഓഫ് ആൽക്കിൽ ഗ്രൂപ്പ്. എക്സ്പ്ലെയിൻ ദി കെമിസ്ട്രി ബിഹൈൻഡ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ്റെ കെമിസ്ട്രി? എടാ, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ്. ആ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഒരു സോളിഡ് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റ് പ്രിഫർ ചെയ്യുക. ഇപ്പോൾ എയും ബിയും തമ്മിൽ മിക്സായിപ്പോയി. എനിക്ക് ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റ് ഫിക്സ് ചെയ്യുക. അതിൽ ഒരു കമ്പോണൻറ്റ് എന്ത് ചെയ്യണം? സൊല്യൂബിൾ ആയിരിക്കണം. മറ്റേ കമ്പോണൻറ്റ് എന്തായിരിക്കണം? സെക്കൻഡ് കമ്പോണൻറ്റ്, രണ്ടാമത്തെ കമ്പോണൻറ്റ് ഇൻസൊല്യൂബിൾ ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ എയും ബിയും മിക്സ് ചെയ്തിട്ട് ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ ഇങ്ങോട്ട് കലക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഞ്ചസാരയും മണലും മിക്സായി എന്ന് വിചാരിച്ചോ. എനിക്കിത് പഞ്ചസാരയും മണലും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്താൽ മതി? വെള്ളം ഒഴിച്ചങ്ങോട്ട് കലക്കിയാൽ മതി. അപ്പോൾ പഞ്ചസാര അതിൽ സൊല്യൂബിളാണ്, മണൽ സൊല്യൂബിൾ അല്ല. എന്നിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പോയിക്കോളും? മണൽ എനിക്ക് മാറ്റിയെടുക്കാം, പഞ്ചസാര തിരിച്ചെടുക്കാം. ഇനി ആ പഞ്ചസാരയെ തിരിച്ച് എനിക്ക് വെള്ളത്തിൽ നിന്ന് തിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെ ക്രിസ്റ്റലൈസേഷൻ എന്ന് പേര് വിളിക്കും. അതല്ലെങ്കിൽ അവിടെ ഇവാപ്പറേഷൻ നടത്താം. ഒരുപാട് മെത്തേഡ് NCERT അവിടെ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീണ്ടും പറയാണ്.
പ്യൂരിഫിക്കേഷൻ, എസ്റ്റിമേഷൻ, ഡിറ്റക്ഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗമല്ല. അതിന് മൊത്തത്തിലൊരു 1.25 മണിക്കൂർ സമയമെങ്കിലും മാറ്റിവെച്ചാൽ പോലും നിങ്ങൾക്കത് കൃത്യമായി പഠിച്ചെടുക്കാനുള്ള വീഡിയോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തു തരാം. വാട്ട് ഈസ് മെറ്റാമറിസം? റൈറ്റ് ദി മെറ്റാമേഴ്സ് ഓഫ് C4H10O. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. മെറ്റാമറിസം എന്താണെന്നും പറഞ്ഞു. C4H10O എന്ന സിംഗിൾ കോമ്പൗണ്ടിൻ്റെ തന്നെ മെറ്റാമേഴ്സിനെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലിക്വിഡ്സ് ഹാവിങ് ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ, ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഓർ സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ഡിസ്റ്റിലേഷൻ, സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. റൈറ്റ് ദി ഫങ്ഷണൽ ഐസോമേഴ്സ് ഓഫ് മോളിക്യൂൾസ് ഹാവിങ് മോളിക്കുലാർ ഫോർമുല C3H6O. എടാ ഇതൊന്ന് പഠിച്ചേ. CnH2n+2O ആണെങ്കിൽ അവരൊന്നിരിക്കൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ഈതറോ ആയിരിക്കും. ഓക്കെ, CnH2nO ആണെങ്കിൽ അയാൾ ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ആയിരിക്കും. ഓക്കെ, CnH2nO2 ആണെങ്കിൽ അയാൾ കാർബോക്സിലിക് ആസിഡോ അല്ലെങ്കിൽ എസ്റ്ററോ ആയിരിക്കും. ഇനി പറ ഇയാളേതാണ്? ഈ ഫോർമുല വെച്ച് ഇയാളേതാണ്? കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഡബിളാണ് ഹൈഡ്രജൻ, CnH2n, ഒരു ഓയും. അപ്പോൾ ഇതല്ലേടാ ഫോർമുല. സോ ഇറ്റ് വിൽ ബി എൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അതിൻ്റെ 2 ഐസോമർ. ഇപ്പോൾ ഈ ഒരു സാധനം മനസ്സിലുണ്ടെങ്കിൽ ഏത് കോമ്പൗണ്ട് വന്നാലും പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേഗം പഠിച്ചു വെച്ചോ. അപ്പോൾ 3 കാർബണുള്ള ആൽഡിഹൈഡും 3 കാർബണുള്ള കീറ്റോണും പറയണം. എടാ 3 കാർബണുള്ള ആൽഡിഹൈഡ് എങ്ങനെയാണ് പറയുക? ആൽഡിഹൈഡിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് CHO. അപ്പോൾ ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്തെടുത്താൽ CH2 CH3. 3 കാർബണുള്ള കീറ്റോൺ, 3 കാർബണുള്ള കീറ്റോൺ ആവണമെങ്കിൽ CO. അപ്പോൾ 2 സൈഡിലും CH3 കീറ്റോൺ സെൻറ്ററിലല്ലേ വരുള്ളൂ. ബൈവാലൻ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അറ്റത്ത് വരില്ല. CO അറ്റത്ത് വരില്ല, നടുവിലേ വരുള്ളൂ. അപ്പോൾ C3H6O എന്ന ഫോർമുലയുള്ള 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിനെ പറയാൻ പറഞ്ഞാൽ ഇതേതാണ് പാരൻ്റൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസ്, ഇത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി ഈ ടേബിൾ. റൈറ്റ് ദി പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് എൻ ആൽക്കഹോൾ വിത്ത് ഫോർമുല C3H8O. 3 കാർബണും ഒരു OHും അപ്പോഴല്ലേ ആൽക്കഹോൾ ആവുക. പൊസിഷൻ ഐസോമർ പറഞ്ഞാൽ 1ാമത്തെ കാർബണിൽ OH കൊടുക്കാം, അല്ലെങ്കിൽ 2ാമത്തെ കാർബണിൽ OH കൊടുക്കാം. അപ്പോൾ ഇവൻ്റെ പേരെന്തായിരിക്കും? പ്രൊപ്പൻ 1-ol അല്ലെങ്കിൽ 1-propanol. ഇവൻ്റെ പേരെന്തായിരിക്കും? പ്രൊപ്പൻ 2-ol അല്ലെങ്കിൽ 2-propanol. പൊസിഷൻ ഐസോമർ ഭയങ്കര സിമ്പിളാണ്. ഒരറ്റത്തു നിന്ന് മറ്റേ 2ാമത്തെ ഗ്രൂപ്പിലേക്ക് മാറ്റി കൊടുക്കുക. ഐഡൻറ്റിഫൈ ദി ഗ്രൂപ്പ്സ് വിത്ത് +R ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ്. +R ഏതൊക്കെയാണ്? എടാ ഇതിൽ +R ഏതൊക്കെയാണെന്നല്ല, ഈ 4 അതെ +R ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ ലിസ്റ്റ് തന്നു. ഇയാൾ +R ആണ്, ഇയാൾ +R ആണ്, ഹാലജൻ +R ആണ്, NH2 +R ആണ്, ബാക്കി രണ്ടും -R ആണ്. ഓക്കെ അല്ലേ? റൈറ്റ് ദി സ്ട്രക്ചേഴ്സ് ഓഫ് ഓൾ പോസിബിൾ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടനോൾ. ഓൾ പോസിബിൾ പൊസിഷൻ ഐസോമേഴ്സ് ഓഫ് ബ്യൂട്ടനോൾ. എടാ ബ്യൂട്ടനോൾ എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ, 4 കാർബൺ. ആ 4 കാർബണിൽ ഒരു OH കൊടുത്താൽ 1 ബ്യൂട്ടനോൾ ആകും. 1 ബ്യൂട്ടനോൾ. ആ 4 കാർബണിൽ OH ഇവിടെ കൊടുത്താൽ അത് 2 ബ്യൂട്ടനോൾ ആകും. ഇനി വേറെ വർത്താനമില്ലല്ലോ, ഈ 2 അല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി 3 ബ്യൂട്ടനോൾ എന്ന് പറഞ്ഞ ഒരാളില്ല, അപ്പുറത്തേക്ക് കൊടുത്താൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് എണ്ണും, അപ്പോഴും അത് 2 ബ്യൂട്ടനോൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 2 എണ്ണമാണ് ബ്യൂട്ടനോളിന് പോസിബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ പൊസിഷൻ ഐസോമേഴ്സ്. വിച്ച് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഗ്ലിസറോൾ ഫ്രം സ്പെൻറ്റിലൈ? എടാ ഗ്ലിസറോളിൻ്റെ പ്യൂരിഫിക്കേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആ പ്യൂരിഫിക്കേഷൻ മെത്തേഡിൻ്റെ പേരാണ് വാക്വം ഡിസ്റ്റിലേഷൻ. എന്താണ് പേര്? വാക്വം ഡിസ്റ്റിലേഷൻ ഓർ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ വെരി ഇമ്പോർട്ടൻറ്റ്. ആർക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടി? ഈ വാക്വം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക എന്നറിയില്ലേ? ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഉള്ള കോമ്പൗണ്ടുകൾക്കാണ് വാക്വം ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുക. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് ഗ്ലിസറോൾ. ഇത് തിരിച്ചും ചോദിക്കാറുണ്ട്, വാക്വം ഡിസ്റ്റിലേഷൻ നടത്താൻ ഒരു എക്സാമ്പിൾ പറ. IUPAC നെയിം 1 2 3 4 5 6 നേരത്തെ കണ്ടതാണ്. 5-oxo ഹെക്സനോയിക് ആസിഡ്. ഇതേ കോമ്പൗണ്ടിൻ്റെ നേരത്തെ നമ്മൾ ചെയ്തതാണ്. പ്രീവിയസ് ഇയറിൽ 2 വട്ടം ഇത് ആവർത്തിച്ചു വന്നു എന്നർത്ഥം. വിച്ച് അമംഗ് ദി ഫോളോയിങ് +R? സയനൈഡ് ഞാൻ തന്ന ഗ്രൂപ്പിലുണ്ട്, -R ആണ്. OH +R ആണ്, NO2 -R ആണ്, COOH -R ആണ്. ഏതാണ് +R എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി. റൈറ്റ് എനി വൺ ടൈപ്പ് ഓഫ് അഡ്സോപ്ഷൻ ക്രോമാറ്റോഗ്രഫി. അഡ്സോപ്ഷൻ ക്രോമാറ്റോഗ്രഫിയുടെ ഒരു ടൈപ്പാണ്
കോളം ക്രോമാറ്റോഗ്രഫി. ഓർക്കുന്നില്ലേ? കോളം ക്രോമാറ്റോഗ്രഫി ഓർ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി, ഇത് രണ്ടും അഡ്സോപ്ഷൻ ക്രോമാറ്റോഗ്രഫിയുടെ എന്താണ് ഓരോ ടൈപ്പുകളാണ്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്രോമാറ്റോഗ്രഫി ഉണ്ട്, അഡ്സോപ്ഷൻ ക്രോമാറ്റോഗ്രഫി ഉണ്ട്, എന്തുണ്ട്, പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫി ഉണ്ട്. പാർട്ടീഷൻ ക്രോമാറ്റോഗ്രഫിയുടെ ഒരു എക്സാമ്പിളാണ് പേപ്പർ ക്രോമാറ്റോഗ്രഫി. ഒന്ന് ഓർത്ത് വെച്ചേക്ക്, ഏത് ആവശ്യം വരിക എന്ന് അറിയില്ല. നെയിം ദി പ്യൂരിഫിക്കേഷൻ മെത്തഡ് യൂസ്ഡ് ഫോർ ദി സെപ്പറേറ്റ് ദി കമ്പോണൻസ് ഓഫ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് പെട്രോളിയം റിഫൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ് പെട്രോളിയം റിഫൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഏത് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ്. ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ പിന്നെയും ചെയ്തു നോക്കുക, പഠിക്കുക എന്നതാണ് ലാസ്റ്റ് ടൈം വിന്നിങ് സ്ട്രാറ്റജി. മക്കളെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഞാൻ ആദ്യത്തെ പറഞ്ഞ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. നിർബന്ധമായും നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ട്യൂഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് നിങ്ങൾക്ക് CM അക്കാഡമി പ്രൊവൈഡ് ചെയ്യും. ഇൻഡിവിജ്വലി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ മെൻറ്റേഴ്സ് ഉണ്ടാകും. ബാക്കി പിന്നെ സംസാരിക്കാം. താങ്ക് യു.